തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലെ പരാജയത്തെക്കുറിച്ച് CPM-ഉം CPI-യും നടത്തിയ ചർച്ചകളെക്കുറിച്ചും CPI-യിലെ ചർച്ചകൾ സംബന്ധിച്ച് അവരുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇന്നലെ നടത്തിയ പത്രസമ്മേളനം സംബന്ധിച്ചും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ CPI-ക്ക് ചാർത്തി കൊടുത്ത ഒരു ബഹുമതി പട്ടത്തെക്കുറിച്ചുമൊക്കെ വായിച്ചപ്പോൾ പെട്ടെന്ന് CK ചന്ദ്രപ്പനെ ഓർത്തുപോയി. CK ചന്ദ്രപ്പൻ CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. ഉശ്രനായ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. സത്യസന്ധനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു. പുന്നപ്പറ വയലാർ സമരത്തിന് നേതാവായിരുന്ന CK കുമാരപ്പണിക്കരുടെ മകനായിരുന്നു. കുമാരപ്പണിക്കരെ അന്ന് വയലാർ സ്റ്റാലിൻ എന്നാണ് ആളുകൾ വിളിച്ചിരുന്നത്. CPI-യുടെ പട്ടാളം പുന്നപ്പറയിലും വയലാറിലും എത്തിയപ്പോൾ അവരെ നേരിടാൻ വാരിക്കുന്തങ്ങൾ ഉപയോഗിച്ച് അവരെ നേരിടാൻ പരിശീലിപ്പിച്ച ആളായിരുന്നു കുമാരപ്പണിക്കർ. പിന്നീട് പാർട്ടി പിളർന്നപ്പോൾ ചന്ദ്രപ്പനൊക്കെ CPI-ക്ക് ഒപ്പമാണ് നിന്നത്. 3 തവണ ലോക്സഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു വിവിധ മണ്ഡലങ്ങളിൽ നിന്ന്. പിന്നീട് അദ്ദേഹം ചേർത്തലയിൽ നിന്നുള്ള നിയമസഭാ അംഗവുമായി. പറഞ്ഞല്ലോ, വളരെ വ്യത്യസ്തനായ ഒരു CPI നേതാവായിരുന്നു അദ്ദേഹം. സ്വന്തമായ നിലപാടുകളുള്ള ഒരു വ്യക്തി. അദ്ദേഹം മരിക്കുന്നതിന് തൊട്ട് മുമ്പ് മെയിൻ സ്ട്രീം എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണത്തിന് ഒരു അഭിമുഖ സംഭാഷണം നൽകി. ഇടതുപക്ഷ ചായ്വുള്ള പ്രസിദ്ധീകരണമായിരുന്നു മെയിൻ സ്ട്രീം. നിഖിൽ ചക്രവർത്തിയായിരുന്നു അതിൻ്റെ സ്ഥാപകനും പത്രാധിപരുമൊക്കെ. അതിലാണ് ഈ അവസാന ഇന്റർവ്യൂ അച്ചടിച്ചു വന്നത്. പിന്നീട് മാതൃഭൂമി ദിനപത്രം പുനഃപ്രസിദ്ധീകരിക്കുകയും ചെയ്തു മലയാളത്തിൽ. അതിൽ അദ്ദേഹം വളരെ പ്രവചന സ്വരത്തിലെ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് CPM-നെ കുറിച്ചും അദ്ദേഹത്തിന്റെ പാർട്ടിയായ CPI-യെ കുറിച്ചും ആയിരുന്നു. അന്ന് CPM-ഉം CPI-യും ഒരു മുന്നണിയിലാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലാണ്. അദ്ദേഹം പറഞ്ഞത് CPM-ന്റെ തെറ്റായ നയങ്ങൾ, അവരുടെ പരിപാടികൾ, അവരുടെ പ്രവർത്തനങ്ങൾ അത് CPI-യെയും വലിയ ആപത്തിൽ കൊണ്ട് ചാടിക്കും എന്നാണ് പറഞ്ഞത്. CPM-ന്റെ തെറ്റായ നയങ്ങൾ മൂലം CPI-യും മുങ്ങാൻ പോകുന്നുവെന്ന് അദ്ദേഹം പ്രവചന സ്വരത്തിൽ അന്ന് പറയുകയുണ്ടായി. അന്ന് കേരള രാഷ്ട്രീയത്തിലെ വളരെ ചർച്ചാ വിഷയമായ ഒരു അഭിമുഖ സംഭാഷണമായിരുന്നു ഇത്. നമ്മൾ ഇന്നത്തെ കേരള രാഷ്ട്രീയ സാഹചര്യങ്ങളൊന്ന് നോക്കുക. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ, തദ്ദേശഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, അതിന്റെ പരാജയത്തിന്റെ കാരണങ്ങളെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ CPM-ഉം CPI-യും ഒക്കെ നടത്തിയത്. അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ അന്ന് ചന്ദ്രപ്പൻ പറഞ്ഞ കാര്യങ്ങൾക്ക് ഇന്ന് വളരെയേറെ പ്രസക്തി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നു. ആ വഴിക്കുള്ള ചിന്തകൾ CPI-യിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് അവരുടെ സംസ്ഥാന കൗൺസിലും സെക്രട്ടേറിയറ്റിലും എക്സിക്യൂട്ടീവിലും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചർച്ചകളുടെ സ്വഭാവം വ്യക്തമാക്കുന്നത്. ഇന്നിപ്പോൾ CPM എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ മാത്രമാണുള്ളത്. അവരുടെ നേതൃത്വത്തിലുള്ള ഭരണവും ഇന്ന് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഇന്ന് ആ പാർട്ടിയുടെ സ്വഭാവം എന്താണ്? ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് സ്വയം അവകാശപ്പെടാൻ പോലും പറ്റാത്ത ഒരു വല്ലാത്ത പതനത്തിലേക്ക് CPM നീങ്ങിയിരിക്കുക. അത് നേതാക്കളെ സമ്മതിച്ചു തരണമെന്നില്ല, പക്ഷേ അണികള് മനസ്സിലാക്കുന്നുണ്ട്. ഇന്ന് അവരുടെ ഏറ്റവും വലിയ ചങ്ങാതിമാര് കമ്മ്യൂണിസ്റ്റുകളല്ല, വിപ്ലവകാരികളല്ല, മുതലാളിമാരാ. ഫോബ്സിന്റെയും മറ്റും പട്ടികയിൽ ഏറ്റവും ഉയരങ്ങളിൽ നിൽക്കുന്നവരൊക്കെ ഇന്ന് CPM-ന്റെ ഏറ്റവും അടുത്ത ആളുകളാ. അവരുമായിട്ട് ചങ്ങാത്തൊന്നും വേണ്ട എന്ന് പറയുന്നില്ല, പക്ഷെ അവരാണ് ഇന്ന് പല കാര്യങ്ങളിലും CPM-ന്റെ മാതൃകാ പുരുഷന്മാര്. എന്നും ഫാസിസത്തെ എതിർക്കുന്ന പാർട്ടിയാണെന്നാണ് അവകാശപ്പെടുന്നത്. അവരുടെ രേഖകളിലൊക്കെ അത് വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോ ഇന്ത്യയിലെ BJP-യുമായിട്ട് ഏറ്റവും അടുത്ത സൗഹൃദം അത് പരസ്യമാണെന്ന് പറയുന്നില്ല. അത്തരത്തിലുള്ള രഹസ്യ സമ്പർക്കം പുലർത്തുന്ന ഒരു പാർട്ടിയാണ് CPM എന്ന് പറയാതെ തരമില്ല. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അതിന് ഉപോത്ബലകമായ തെളിവുകൾ, അവർ തമ്മിലുള്ള ഒരു അന്തർധാര. ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ സുരേഷ് ഗോപി BJP സ്ഥാനാർത്ഥി തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു എന്നുള്ളത്. സുരേഷ് ഗോപിക്ക് കിട്ടിയതിന്റെ പകുതി വോട്ട് പോലും തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ BJP കിട്ടിയിട്ടില്ല. അതേസമയം ഇടതുമുന്നണിയിലേക്ക് കൂടുതൽ വോട്ടുകൾ വരികയും ചെയ്തു. അപ്പോ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി തൃശ്ശൂരിൽ ഉണ്ടാക്കിയിരുന്ന ഒരു രഹസ്യധാരണ, അന്തർധാര, അതൊക്കെ പുറത്തു വരിക. പിന്നീട് ഗവൺമെന്റുകൾ തമ്മിലുള്ള ബന്ധം തന്നെ, ഇടതുപക്ഷ മുന്നണിയുടെ സംസ്ഥാന സർക്കാരും കേന്ദ്ര ഗവൺമെന്റും തമ്മിലുള്ള ബന്ധങ്ങൾ. PM ശ്രീ പദ്ധതിയിലെ ഒപ്പുവെച്ച ഒറ്റ കാര്യം മതി. ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപിത നയങ്ങൾക്കെല്ലാം എതിരാ. CPM-ന്റെയും CPI-യുടെയും കേരളത്തിലെ ഇടതുമുന്നണിയുടെയും എല്ലാറ്റിന്റെയും പ്രഖ്യാപിത നയങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു കരാറിലാണ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് ആരും അറിയാതെ, മന്ത്രിസഭ അറിയാതെ, ഇടതുപക്ഷ മുന്നണി അറിയാതെ, ഘടക കക്ഷികൾ ആരും അറിയാതെ, ആരോടും ചർച്ച ചെയ്യാതെ ഒപ്പിട്ടത്. പിണറായി വിജയനുമായി ഒക്കെ ബന്ധപ്പെട്ട പല കേസുകളിൽ സുപ്രീം കോടതിയിലും മറ്റും നിലനിൽക്കുന്ന കേസുകൾ എങ്ങനെ നീട്ടിവയ്ക്കപ്പെടുന്നു എന്നുള്ളതൊക്കെ ഇതിന്റെ ഈ ചിന്തയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകർ തങ്ങളാണെന്നാണ് CPM ഇതുവരെ അവകാശപ്പെട്ടിരുന്നത്. പക്ഷേ
RSSകാർ പോലും പറയാത്ത ഭാഷയിൽ, സംഘപരിവാരം സംസാരിക്കാത്ത രീതിയിൽ കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ സംസാരിക്കുന്നവരുടെ തോളിൽ കൈയിട്ട് നിൽക്കുകയാണെന്ന് പിണറായി വിജയൻ. പരസ്യമായിട്ട് അത്തരം നേതാക്കളെ, വെള്ളാപ്പള്ളി നടേശൻ പോലെയുള്ള നേതാക്കളെ പിന്താങ്ങുകയാണ്, അല്ലെങ്കിൽ ന്യായീകരിക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി. അതാണ് ഇന്നത്തെ കേരളത്തിലെ സമകാലീന രാഷ്ട്രീയ അവസ്ഥ, സാഹചര്യം. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ CPI വളരെ വ്യക്തമായിട്ട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഈ സർക്കാർ ഒരു ജനവിരുദ്ധ സർക്കാരായിട്ട് മാറിയിരിക്കുന്നു. അതായത് വലിയ ജനവിരുദ്ധ വികാരം ഈ ഗവൺമെന്റിനെതിരെ ഉണ്ട്, മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ട്, വ്യക്തിപരമായിട്ട് പിണറായി വിജയനെതിരെ ഉണ്ട്. അദ്ദേഹം ഏകാധിപത്യ രീതിയിലാണ് സംസാരിക്കുന്നത്, പ്രവർത്തിക്കുന്നത്. വൺ മാൻ ഷോ. അതാണ് പാർട്ടിയുടെ നേതൃസമിതികളിൽ നടന്ന ചർച്ചകളുടെ ആകത്തുക. സംസ്ഥാന കൗൺസിൽ ഒന്ന് പറഞ്ഞു, മുഖ്യമന്ത്രി തിരുത്തിയേ പറ്റൂ, തിരുത്തിയില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല, വീണ്ടും പരാജയത്തിലേക്കായിരിക്കും പോവുക. അദ്ദേഹം തിരുത്തുന്നില്ലെങ്കിൽ പാർട്ടി ഇടപെട്ട് തിരുത്തിക്കണം. ഇനി അതിനും തയ്യാറല്ലെങ്കിൽ, അത് നടക്കുന്നില്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ ഇടതുപക്ഷ മുന്നണിയെ നയിക്കേണ്ടത് പിണറായി വിജയൻ ആയിരിക്കരുത്, മറ്റൊരു നേതാവിന്റെ കീഴിൽ വേണം തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാൻ. അത് ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് CPI ചെന്നെത്തിയ ഒരു നിഗമനമാണ്, അല്ലെങ്കിൽ ഒരു നിലപാടാണ്. അത് കൃത്യമായിട്ട് ഇന്നത്തെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ പ്രതിനിധീകരിക്കുന്നുമുണ്ട്. അതിനുശേഷം ഇന്നലെ ബിനോയ് വിശ്വം നടത്തിയ ഒരു പത്രസമ്മേളനം, ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിരുന്നു. അദ്ദേഹം കൂടുതൽ കടന്നാക്രമണം നടത്തിയില്ലെങ്കിൽ പോലും പാർട്ടിക്ക് പറയാനുള്ള, അല്ലെങ്കിൽ പാർട്ടി തീരുമാനിച്ചത്, പാർട്ടിയിലെ ചർച്ചകളിൽ വന്ന കാര്യങ്ങൾ യാതൊരു സംശയവും കൂടാതെ ആർക്കും സന്ദേഹം ഉണ്ടാകാത്ത തരത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചു. ഈ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിലെ ജനങ്ങൾ തന്നൊരു മുന്നറിയിപ്പാണ് എന്ന് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു. അതുതന്നെ വീഴ്ച തന്നെയാണ്, അല്ലാതെ വീഴ്ചയെ മറ്റൊന്നായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കുകയില്ല. ഇത് തിരുത്തു വേണം എന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളുടെ അർത്ഥം. അങ്ങനെ CPI കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടൊരു പൊസിഷൻ എടുത്തിരിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. പക്ഷെ ഇതിനോടൊന്നും CPM യോജിക്കുന്നില്ല. ഭരണവിരുദ്ധ വികാരമുണ്ടെന്നോ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായിട്ട് എന്തെങ്കിലും ജനകീയ വികാരമുണ്ടെന്നോ, മുഖ്യമന്ത്രി ഏകാധിപത്യ പ്രവണതയോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത്, ഒന്നും അവർ സമ്മതിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ അവര് ചർച്ച ചെയ്ത് ഇടതുപക്ഷ മുന്നണിക്കാണ് വിജയം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നത്. പരാജയത്തിന്റെ ഏത് കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാലും അത് നേരെ ചെന്ന് കൊള്ളുന്നത് പിണറായി വിജയന്റെ നേർക്കാണ്. അത് CPM മനസ്സിലാക്കുന്നു. അതുകൊണ്ട് എന്തുകൊണ്ട് തോറ്റു എന്ന് കൃത്യമായിട്ട് പറയാൻ പോലും തയ്യാറാവുന്നില്ല, അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് അത് ചർച്ച ചെയ്യാൻ പോലും അവര് മടിക്കുകയാണ്. സർക്കാരിന്റെ നയപരമായ വീഴ്ചകള്, പ്രവൃത്തിയിലെ അല്ലെങ്കിൽ നടപടികളിലെ പരാജയങ്ങള്, ധിക്കാരം, ധാർഷ്ട്യം, ധൂർത്ത്, ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു, LDFനെതിരായിട്ട് വന്നു എന്ന് CPI മനസ്സിലാക്കുന്നു. അതോടൊപ്പം അവരുടെ ചിന്തകളിൽ ഉണ്ടാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പരാജയത്തിന് അതിന്റെ ഉത്തരവാദിത്വം എന്തിനും നമ്മൾ ഏറ്റെടുക്കണം, നമ്മളും കൂടി ഏറ്റെടുക്കണം. ഇതിന്റെ പാപഭാരം ചുമക്കേണ്ട ഉത്തരവാദിത്വം CPIക്ക് ഇല്ലല്ലോ. അതുകൊണ്ടാണ് അവര് CPMന്റെ നിലപാടിൽ നിന്ന് അകലം പാലിക്കാനായിട്ട് തയ്യാറാവുന്നത്. അല്ലെങ്കിൽ പിണറായി വിജയനിൽ നിന്ന് ദൂരം പാലിച്ചുകൊണ്ടുള്ളൊരു നിലപാടെടുക്കാൻ അവര് തയ്യാറാവുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവര് ആലോചിക്കുന്നത്. എന്തിന് ഈ പാപഭാരം നമ്മൾ ഏറ്റെടുക്കണം? ഇവിടെയാണ് പണ്ട് ചന്ദ്രപ്പൻ പറഞ്ഞ കാര്യം നമ്മൾ ഓർക്കേണ്ടത്. CPMന്റെ നയങ്ങൾ, അവരുടെ പ്രവർത്തികൾ CPIയെ കൂടെ കുഴിയിൽ ചാടിക്കുമെന്നാണ് ചന്ദ്രപ്പൻ പറഞ്ഞത്. അല്ലാതെ CPIയുടെ പ്രവർത്തന ദോഷങ്ങൾ കൊണ്ടല്ല. നമ്മൾ ചിലരോട് ചേർന്ന് നിൽക്കുമ്പോൾ, ഒരു മുന്നണിയായിട്ട് പ്രവർത്തിക്കുമ്പോൾ, അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് പറ്റുന്ന വീഴ്ചകൾ, അവരുടെ പരാജയങ്ങൾ, അത് മൊത്തം മുന്നണിക്ക് ദോഷകരമാവും. അത് നമ്മളെയും ബാധിക്കും, CPIയെയും ബാധിക്കും. ഇതിനേക്കാൾ വിശാലമായ ഒരു കാൻവാസിലാണെന്ന് ചന്ദ്രപ്പൻ സംസാരിച്ചത്. അതിവിടെ ഇപ്പോൾ ഏതാണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ കാണുമ്പോഴും വായിക്കുകയും ചെയ്യുമ്പോൾ ചന്ദ്രപ്പന്റെ ആ അഭിമുഖ സംഭാഷണം ഓർമ്മ വരുന്നു എന്ന് തുടക്കത്തിൽ പറഞ്ഞത്. പിണറായി വിജയൻ തെറ്റ് തിരുത്തണം, അല്ലെങ്കിൽ CPM ഇടപെട്ട് തെറ്റ് തിരുത്തിക്കണം, അദ്ദേഹത്തിന്റെ ഏകാധിപത്യ പ്രവണതകൾ അവസാനിപ്പിക്കണം എന്നൊക്കെയാണ് CPIയുടെ നേതൃയോഗങ്ങളിൽ ഉണ്ടായ, അല്ലെങ്കിൽ ഉയർന്നു വന്ന ആശയങ്ങൾ, അല്ലെങ്കിൽ ആവശ്യങ്ങൾ. CPI പറഞ്ഞാലുടനെ CPM അല്ലെങ്കിൽ പിണറായി വിജയൻ തിരുത്താൻ ഒരുങ്ങുമോ? അവർക്ക് തെറ്റുപറ്റിയെന്നവർ സമ്മതിക്കുന്ന പോലുമില്ല. സംഭവിക്കാത്ത, പറ്റാത്ത തെറ്റ് എങ്ങനെയാണ് തിരുത്തുക? ദൈവങ്ങൾക്ക് തെറ്റുപറ്റുമോ? ഇല്ലല്ലോ. നമ്മുടെയൊക്കെ വിശ്വാസം അതാണല്ലോ. തെറ്റുകൾക്കും വീഴ്ചകൾക്കും പരാജയങ്ങൾക്കും അതീതമാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്ന ദൈവങ്ങൾ. അത്തരത്തിൽ CPMന്റെ ദൈവമാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിന് ഒരിക്കലും തെറ്റ് സംഭവിക്കത്തില്ല. പിന്നെ എങ്ങനെ തിരുത്തും? അല്ലെങ്കിൽ തന്നെ CPI പറഞ്ഞ ഉടനെ തിരുത്താൻ CPM അവരുടെ അടിമകളൊന്നും അല്ലല്ലോ. അതാണ് അവരുടെ ചിന്ത. അങ്ങനെ വരുമ്പോൾ
ഇതൊരു വലിയ രാഷ്ട്രീയ സമസ്യയായിട്ട് മാറുകയാണ് കേട്ടോ. അല്ലാതെ വെറുതെ ചർച്ച ചെയ്തിട്ട് വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന വിഷയങ്ങളൊന്നും അല്ല ഇത്. LDF നിലനിൽക്കണമെങ്കിൽ, ഇന്നത്തെ പോലെ നിലനിൽക്കണമെങ്കിൽ, അധികാരത്തിൽ തിരിച്ചു വരണമെങ്കിൽ പിണറായി വിജയൻ മാറണം, തിരുത്തണം, അല്ലെങ്കിൽ പിണറായി വിജയനെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന് CPI ആവശ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ അഭിപ്രായപ്പെടുമ്പോൾ CPM അത് സമ്മതിക്കാതിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? എന്താണ് കേരളത്തിൽ നടക്കുന്നത്? CPIക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ പാർട്ടി നേതൃയോഗത്തിൽ പറഞ്ഞത് CPM അതിന് തയ്യാറാവുന്നില്ലെങ്കിൽ CPI മുൻകൈ എടുക്കണമെന്ന് പിണറായി വിജയനെ തിരുത്തിക്കാൻ. നടക്കുന്ന കാര്യമാണോ? എത്രത്തോളം പ്രായോഗികമാണത്? അതാണ് പറഞ്ഞത്. ഈ സാഹചര്യത്തിൽ കേരളത്തിലെ രാഷ്ട്രീയം ഇനി എങ്ങോട്ടാണ് പോവുക അല്ലെങ്കിൽ സഞ്ചരിക്കുക എന്നുള്ളത്. തെറ്റുകൾ തിരുത്തുന്നതിനോ അല്ലെങ്കിൽ ഒരു പ്രധാന ഘടകകക്ഷിയായ CPI പറഞ്ഞതിന് ചെവി കൊടുക്കുന്നതിനോ പകരം കൂടെ നിൽക്കുന്ന ചില ചാവേറുകളെ കൊണ്ട് CPI ആക്ഷേപിപ്പിക്കുകയാണ് CPM ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ, CPM കുറിച്ച് CPI ചില അഭിപ്രായങ്ങൾ പറഞ്ഞു. അങ്ങനെ ചർച്ച ചെയ്യാനും അഭിപ്രായം പറയാനും അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനും CPIക്ക് എല്ലാ അവകാശങ്ങളും ഉണ്ട്. അപ്പൊ അവരെ വിമർശിക്കാൻ ആരാ ആദ്യം വന്നത്? CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷോ അല്ലെങ്കിൽ LDF കൺവീനറോ ഒന്നും അല്ല. സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശനാണ്. അദ്ദേഹം ഒരു സാമുദായിക നേതാവ് എന്നതിനപ്പുറത്ത് CPI ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ ഉപദേശിക്കാനോ അദ്ദേഹത്തിന് എന്ത് അവകാശമുള്ളത്? അദ്ദേഹം ഇന്നലെ എന്താ പറഞ്ഞത്? CPI എന്ന് പറയുന്ന പാർട്ടിയെ ചതിയൻ ചന്തുവിനോടാണ് വെള്ളാപ്പള്ളി നടേശൻ ഉപമിച്ചത്. 10 വർഷം ഭരണത്തിന്റെ ഭാഗമായിട്ടിരുന്നു കൊണ്ട് കിട്ടാവുന്നെല്ലാം നേടിയെടുത്തു. എന്നിട്ടിപ്പോൾ സർക്കാരിനെ കുറ്റം പറയുന്നു. സർക്കാരിനെ കുറ്റം പറയുന്നു എന്ന് പറയുമ്പോൾ പിണറായി വിജയനെ കുറ്റം പറയുന്നു. അതാണ് വെള്ളാപ്പള്ളി നടേശന് സഹിക്കാതെ പോകുന്നത്. പിണറായി വിജയനെ കുറ്റം പറയാൻ ബിനോയ് വിശ്വത്തിന്റെ നേതൃത്വമുള്ള CPIക്ക് എന്ത് അവകാശമാണുള്ളത്? ഇത് കേട്ടപ്പോൾ നമ്മളൊക്കെ ഓർത്തത് എന്താ? തെരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസം നമ്മുടെ MM മണി, മുൻ മന്ത്രി, ഇടുക്കിയിലെ നേതാവ് പറഞ്ഞ കാര്യമാണ്. സർക്കാർ തന്നതൊക്കെ വാങ്ങി തിന്നിട്ട് എതിരായിട്ട് വോട്ട് ചെയ്തു, പിറപ്പുകേടായിപ്പോയെന്ന്. എന്നാലോചിച്ച് നോക്കി. കേരളത്തിലെ ജനങ്ങൾ അവരുടെ സമ്മതിദാനാവകാശം ഉപയോഗിച്ചത് പിറപ്പുകേടായിപ്പോയെന്ന്, പിറന്നതിലെ തകരാറാണെന്ന്. അതാണ് നമ്മളിപ്പോൾ ഇവിടെ ഓർത്തത്. 10 കൊല്ലം അധികാരത്തിന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചിട്ട് ഇപ്പോൾ പിണറായി വിജയനെ കുറ്റം പറയുന്നു. അതാണ് വെള്ളാപ്പള്ളി നടേശൻ ചോദിച്ചത്. അതിന് ബിനോയ് നല്ല മറുപടിയൊക്കെ പറഞ്ഞു. അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ CPIയെ ഇതുപോലെ അധിക്ഷേപിക്കുന്നതിന് ആരാണ് വെള്ളാപ്പള്ളി നടേശനെ ഇറക്കി വിടുന്നത് എന്ന് ആലോചിക്കേണ്ടതുണ്ട്. വെള്ളാപ്പള്ളി നടേശന്റെ മുസ്ലിം വിരുദ്ധ അല്ലെങ്കിൽ ന്യൂനപക്ഷ വിരുദ്ധ പ്രസംഗങ്ങൾ, പ്രതികരണങ്ങൾ മുസ്ലിങ്ങളെ LDF നിന്ന് അകറ്റി എന്നുള്ളൊരു വസ്തുതയാണ്. അത് CPI ചൂണ്ടിക്കാട്ടിയെന്നതും ശരിയാണ്, അതും വസ്തുതയാണ്. എന്നിട്ടും പിണറായി വിജയൻ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുകയും തോളിൽ കൈയിടുകയും വെള്ളാപ്പള്ളി പറഞ്ഞതിൽ തെറ്റില്ല എന്ന് സമർത്ഥിക്കുകയുമാണ് ചെയ്തത്. എന്താണ് ഇവർ തമ്മിലുള്ള ഒരു അന്തർധാര? അതും കൂടെ അറിയണമല്ലോ. വെള്ളാപ്പള്ളി നടേശനും പിണറായി വിജയനും തമ്മിൽ എന്താണുള്ളത്? അതും ഈ ചർച്ചകൾക്കിടയിലേക്ക് ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. CPI പറഞ്ഞതൊന്നും CPM ചെയ്യാൻ പോകുന്നില്ല. അവരെ പുച്ഛിച്ച് പുറന്തള്ളുകയുള്ളൂ. അപ്പോൾ എന്താണ് CPIയുടെ മുമ്പിലുള്ള വഴികൾ, ഓപ്ഷൻസ് എന്ന് ചിന്തിക്കണം. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പ് ഫലം വളരെ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. പിണറായി വിജയൻ എന്ന ആ പൊളിറ്റിക്കൽ ബ്രാൻഡിന്റെ തിളക്കം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. പിണറായി വിജയൻ ഇല്ലാതെ CPIക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് CPI ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഉപോൽപ്പന്നങ്ങളാണ്. പിണറായി വിജയൻ ഇല്ലെങ്കിലും CPIക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇവിടെ CPI ആലോചിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പിണറായി വിജയൻ ഇല്ലാതെ, CPM ഇല്ലാതെ, ഇടതുപക്ഷ മുന്നണി ഇല്ലാതെ എന്തുകൊണ്ട് CPIക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല? അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. കേരളത്തിലെ CPIയുടെ ചരിത്രം ഒന്ന് എടുത്തു നോക്കി. അവരുടെ പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും അഭിമാനകരമായ സന്ദർഭം ഏതാണ്? 1969 അച്യുതമേനോൻ മുഖ്യമന്ത്രിയാകുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ അച്യുതമേനോന്റെ നേതൃത്വത്തിലുള്ള മുന്നണി ജയിക്കുന്നു. 7 വർഷം തുടർച്ചയായിട്ട് ഭരിക്കുന്നു. ആ ഭരണകാലത്ത് കേരളത്തിലുണ്ടായ നേട്ടങ്ങൾ, കോൺഗ്രസുമായിട്ട് ചേർന്ന, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് ചേർന്ന് അച്യുതമേനോന്റെ ഭരണകാലത്ത് കേരളത്തിലുണ്ടായ നേട്ടങ്ങൾ, കേരളത്തിൽ വന്ന പുതിയ പുതിയ സ്ഥാപനങ്ങൾ, കേരളത്തിന്റെ വികസനത്തെ കുറിച്ചുണ്ടായിരുന്ന ചിന്തയിൽ വന്ന വലിയ മാറ്റം, അത് പ്രായോഗികമായി നടപ്പാക്കിയത് ഇത് CPIയുടെ നേതൃത്വത്തിൽ നടന്ന കാര്യമാണ്. അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കോൺഗ്രസിന്റെ സഹായത്തോടു കൂടി, മുസ്ലിം ലീഗിന്റെ സഹായത്തോടു കൂടി. അത് CPIയുടെ ചരിത്രത്തിലെ ഏറ്റവും അഭിമാനകരമായ സന്ദർഭമായിരുന്നു എന്ന് ആരും സമ്മതിക്കും. അത് കഴിഞ്ഞ് അടിയന്തരാവസ്ഥയ്ക്കൊക്കെ ശേഷം 1978 ഭട്ടിൻഡയിൽ നടന്ന പാർട്ടി കോൺഗ്രസ് CPIയുടെ, ആ കോൺഗ്രസിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്നതിന് പാർട്ടി തീരുമാനിക്കുന്നത്. അത് അടിയന്തരാവസ്ഥയെ കുറിച്ചുള്ള പ്രശ്നമായിരുന്നു. അടിയന്തരാവസ്ഥയെ പിന്താങ്ങിയതിൽ കുറ്റബോധമുണ്ടായി പാർട്ടിക്ക്, CPIക്ക്. അതിലൊന്നും തെറ്റൊന്നുമില്ല. അതിനെ തുടർന്നാണ് CPM പറഞ്ഞ ഡിക്റ്റേറ്റ് ചെയ്ത
ഉപാധികളിന്മേല് CPI LDF വരുന്നത്. അന്ന് EMS പറഞ്ഞു ക്ലീൻ സ്ലേറ്റുമായിട്ട് വരാൻ, എല്ലാം തുടച്ചു വൃത്തിയാക്കിയ ക്ലീൻ സ്ലേറ്റുമായിട്ട് വരാൻ. അങ്ങനെ ചെന്ന് LDF അംഗത്വമെടുക്കുക ചെയ്തത്. അതിനുശേഷം ഇന്നോളം CPI എന്ന് പറയുന്ന പാർട്ടി CPM-ന്റെ ആട്ടും തുപ്പുമേറ്റ് AKG സെന്ററിന്റെ വരാന്തി കിടക്കുക. അത് ആ പാർട്ടിയിലെ നേതാക്കൾക്കും പ്രവർത്തകർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു സാമന്ത പാർട്ടിയായിട്ട് CPM-ന്റെ അങ്ങനെ കഴിയുകയാ. ഇപ്പോൾ ഇവിടെ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോൾ ചന്ദ്രപ്പൻ പണ്ട് പറഞ്ഞ ആ സാഹചര്യങ്ങൾ കൂടുതൽ വ്യക്തതയോടുകൂടി ഉരുത്തിരിഞ്ഞു വരിക. നയപരമായി തന്നെ ഇന്ന് CPM വേറൊരു ചാലിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അവരിപ്പോൾ ഏറ്റവും താലോലിക്കുന്നത് ഹിന്ദുത്വയാണ്, മൃദു ഹിന്ദുത്വയാണ്. വെള്ളാപ്പള്ളി നടേശൻ SNDP-യുടെ ജനറൽ സെക്രട്ടറി മാത്രമല്ല, NDA-യിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ BDJS-ന്റെ സ്ഥാപകൻ കൂടിയാണ്. അദ്ദേഹമാണ് അത് സ്ഥാപിച്ചത്. ആ പാർട്ടി ഇന്ന് NDA-യിലെ BJP മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയാ. അദ്ദേഹത്തോടാണ് ചങ്ങാത്തം. അദ്ദേഹത്തിന്റെ തോളിലാണ് പിണറായി വിജയൻ കൈയിട്ടിരിക്കുന്നത്. നയപരമായി തന്നെ CPM-നോട് ഇപ്പൊ ചേർന്ന് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് CPI. ഈ നയവൈകല്യങ്ങള് അല്ലെങ്കിൽ പ്രവൃത്തിയിലെ തെറ്റുകള് ഇത് ഇടതുപക്ഷ മുന്നണിയെ മുഴുവൻ ആപത്തിലേക്കാണ് നയിക്കുന്നതെങ്കിൽ അതിൽ എന്തിന് CPM പങ്കാളിയാവണം? ആ തകർച്ച CPI-യും ഏറ്റെടുക്കണം. പണ്ട് ചന്ദ്രപ്പൻ അതാ ചോദിച്ചു, അതാണ് നടക്കാൻ പോകുന്നതെന്ന്. ഇതാതിവിടെ എത്തിക്കഴിഞ്ഞു, ആസന്നമായി കഴിഞ്ഞു. ഇവിടെയാണ് CPI ധീരമായ ചില നിലപാടുകൾ എടുക്കേണ്ടത്. CPI-യുടെ കൂടെ നിന്നുകൊണ്ട് എന്തിനൊരു രാഷ്ട്രീയ ആത്മഹത്യക്ക് മുതിരണം? മറ്റു ഓപ്ഷൻസ് ഇല്ലേ? ആ ഓപ്ഷൻസ് സ്വീകരിക്കേണ്ടതല്ലേ? അതല്ലേ പാർട്ടിക്ക് നല്ലത്? അതല്ലേ കേരളത്തിന് നല്ലത്? അതല്ലേ കേരളത്തിലെ മതനിരപേക്ഷതയ്ക്ക് നല്ലത്? BJP കേരളത്തിൽ ശക്തിപ്പെടുന്നത് തടയുന്നതിന് ഇന്ന് CPI ഉള്ള പാർട്ടികള് കേരളത്തിലെ മറ്റ് ജനാധിപത്യ മതനിരപേക്ഷ കക്ഷികളുമായി കൂടെ ചേരേണ്ടതല്ലേ? അടിയന്തരാവസ്ഥയുടെ ആ പഴയകാല സാഹചര്യമൊക്കെ എന്നേ മാറിപ്പോയി. ഇന്ന് കോൺഗ്രസ് പോലും അടിയന്തരാവസ്ഥ അംഗീകരിക്കുന്നില്ല. അന്ന് അടിയന്തരാവസ്ഥയെ എതിർത്ത പല പാർട്ടികളും നേതാക്കളും ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിക്കൊപ്പമാണ്. ഇതാണ് രാഷ്ട്രീയ സാഹചര്യം എന്നിരിക്കെ ഒരു രാഷ്ട്രീയ ആത്മഹത്യക്ക് മുതിരാതെ കൂടുതൽ പ്രായോഗികമായ വഴി ആലോചിക്കുന്നതും അതിലൂടെ സഞ്ചരിക്കുന്നതുമല്ലേ CPIക്ക് ഏറ്റവും അഭികാമ്യം? ഒരുപക്ഷെ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ ചർച്ച ചെയ്ത നേതൃയോഗങ്ങളെ തുടർന്ന് അത്തരത്തിൽ CPIയിൽ ശക്തമായ ഒരു ആശയ രൂപീകരണം നടക്കും എന്നാണ് കരുതേണ്ടത്.